हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശനയോഗം 28-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമീ നരലോകവീര വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. മലയാളം: നീരം നിറഞ്ഞ ഉള്ള നദീസമൂഹം വരാശി ചേരാനുഴറുന്ന പോലെ നരേന്ദ്രവർഗം നിരയായി വരുന്നു കരാളമി വക്ത്രമതിൽ ലയിപ്പാൻ. നദീനാം നദികളുടെ ബഹവഹ അമ്പുവേഗാഹ പല വഴിക്കും വരുന്ന പ്രവാഹങ്ങൾ. നദികൾ ഓരോ വഴിക്കാണല്ലോ ഒഴുകുന്നത്. എല്ലാ നദിയും കൂടെ ഒരുമിച്ചല്ല ഒഴുകുന്നത്, ഓരോ നാട്ടിലും ഓരോ നദികളാണ് ഒഴുകുന്നത്. അങ്ങനെ പല വഴിക്കും വരുന്ന ജലപ്രവാഹങ്ങൾ യഥാ സമുദ്രം അഭിമുഖാഹ ഏവ എപ്രകാരമാണോ സമുദ്രത്തെ തന്നെ അഭിമുഖമായിട്ട് ഒഴുകിച്ചൊല്ലുന്നത്, ദ്രവന്തി തഥാ അമീ നരലോകവീരാഹ അപ്രകാരം ഈ മാനവവീരന്മാർ അഭിവിജ്വലന്തി കത്തിജ്വലിക്കുന്ന തവ വക്ത്രാണി വിശന്തി അങ്ങയുടെ വായിലേക്ക് കടക്കുന്നു. ധാരാളം വായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വായകളിലേക്ക് എല്ലാത്തിലേക്കും തന്നെ ഈ മാനവവീരന്മാർ അല്ലെങ്കിൽ മനുഷ്യർ കടക്കുന്നു. ഇവിടെ ഉപമിച്ചത് സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകുന്ന നദികളുടെ ഒരു ഉദാഹരണമാണ്. നദികൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല വഴിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അവരത് ഒഴുകൽ നിർത്തുന്നില്ല. അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ശരിക്കും എന്താണ്, ഓരോരോ സ്ഥലങ്ങളിൽ ഒഴുകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാവും. ഇന്ന സ്ഥലത്ത് കൂടെയാണ് ഒഴുകുന്നത് നമ്മളും പറയും. പക്ഷേ അവരുടെ അന്തിമ ലക്ഷ്യം സമുദ്രമാണ്. ആ സമുദ്രത്തിലേക്ക് തന്നെയാണ് എല്ലാ ജലപ്രവാഹങ്ങളും അല്ലെങ്കിൽ എല്ലാ നദികളിലെയും ജലം ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാ നദികളുടെയും ലക്ഷ്യം അവിടെ സമുദ്രമാണ്. സമുദ്രത്തിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാലോ പിന്നെ ഞങ്ങൾ പലതായിരുന്നു എന്നുള്ള ഒരു ഇതില്ല, എല്ലാം എത്തിച്ചേരുകയും ചെയ്തത്. അപ്പോൾ സമുദ്രത്തിലെ ഈ നദിയിലെ വെള്ളമെല്ലാം എവിടുന്നാണ് വന്നത്? സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. ആ സമുദ്രജലം നീരാവിയായിട്ട് മേഘത്തിൽ എത്തി പിന്നെ മഴയായിട്ട് താഴേക്ക് വർഷിക്കുന്നതാണെന്ന് നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. ആ മഴവെള്ളം തന്നെയാണ് നദിയായിട്ട് രൂപം കൊണ്ടത്. ആ നദികൾ തന്നെയാണ് വീണ്ടും സമുദ്രത്തിലേക്ക് കുതിക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സമുദ്രം. തിരിച്ചെവിടേക്കാണ് എത്തുന്നത്? സമുദ്രത്തിലേക്ക് തന്നെയാണ് കുതിക്കുന്നത്. അതേപോലെ തന്നെ ഭഗവാനിൽ നിന്ന് പുറപ്പെട്ട ജീവന്മാർ നമ്മൾ ലോകത്ത് പ്രപഞ്ച സൃഷ്ടിയിൽ ലോകത്ത് മുഴുവനും ജീവിക്കുന്നു, തങ്ങളുടെ ജീവിതയാത്ര തുടരുന്നു. ഇനി പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്താനും പോകുന്നു. അതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, അത് താൽക്കാലികം മാത്രമാണ്. നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജീവികളെല്ലാവരും തന്നെ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ഭഗവാന്റെ വക്ത്രത്തിൽ എന്നുള്ളതാണ്. അർജുനൻ ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കടന്നു പോകുന്നത് എന്ന്. അപ്പം നദികൾ ഒഴുകുന്ന അതേപോലെ തന്നെയാണല്ലോ. എല്ലാ നദികളും പല വഴിയായി വന്ന് അവസാനം സമുദ്രത്തിലേക്ക് എത്തുന്ന പോലെ എല്ലാവരും ഭഗവാന്റെ തന്നെ തിരുമുഖത്ത് പല പല മുഖങ്ങളുമുണ്ട്, വായകളുണ്ട്. അതിനനുസരിച്ച് ഓരോ വായകളിലേക്കും ഇങ്ങനെ കടന്നു ചേരുകയാണല്ലോ ചെയ്യുന്നത്. വീണ്ടും അപ്പോൾ ഇതൊരു ജീവനില്ലാത്ത വസ്തുവാണല്ലോ നദി, സമുദ്രം എന്നൊക്കെ പറയുമ്പം. ഇനി ജീവനുള്ള വസ്തുവായിട്ട് ഒരു ചെറിയൊരു ഉപമിക്കലും കൂടെ നടത്തുകയാണ്. 29-ാമത്തെ ശ്ലോകത്തിലെ 29-ാമത്തെ ശ്ലോകം. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗ
തഥൈവ നാശായ വിശന്തി ലോക തവാഭിവക്ത്രാണി സമർത്ഥവേഗ. മലയാളം. നാളത്തിൽ വീണൊട്ടു നശിപ്പതിനായി നീളേ വരും പാറ്റകളെന്ന പോലെ സ്വയം നശിപ്പാനണയുന്നു ലോകം ഭയം വളർത്തുന്നൊരു നിൻമുഖത്തിൽ. നദികളുടെ സമുദ്രത്തിൻ്റെ ഉദാഹരണം വേണ്ട, ഇനി ജീവനുള്ള വസ്തുക്കളുടെ തന്നെ ഉദാഹരണം തരാം. എന്താണ്? പതംഗാഹ നാശായ സമർത്ഥവേഗാഹ. ഈയാമ്പാറ്റകൾ, മഴ പെയ്താൽ പിന്നെ പൊന്തുന്ന പാറ്റകളാണ്. അവ ചാവാൻ വേണ്ടി മാത്രം അതിവേഗത്തിൽ, സമർത്ഥവേഗാഹ അതിവേഗത്തിൽ, പ്രദീപ്തം ജലനം യഥാവിശന്തി. ആളിക്കത്തുന്ന തീ കണ്ടാൽ പാറ്റകൾ, വെളിച്ചം കണ്ടാലും മതി. ഇപ്പോൾ തീയല്ലല്ലോ, അപ്പോൾ ബൾബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ബൾബ് ഇട്ട സ്ഥലത്ത് ധാരാളമായിട്ട് പാറ്റകൾ വരും. ആ വെളിച്ചം കണ്ട് വരുന്നതാണ്. ഇവിടെ ആളിക്കത്തുന്ന തീയിലേക്കാണ് പാറ്റകൾ ഓടി വരികയാണ്. വളരെ അതിവേഗത്തിൽ എന്നാണ് പറഞ്ഞത്, അതിവേഗത്തിൽ വരികയാണ്. എന്തിനാണ് വരുന്നത്? അവരുടെ നാശമാണ്. അവിടെ തീയിൽ വീണ് കഴിഞ്ഞാൽ പാറ്റയില്ലല്ലോ, അല്ലെങ്കിലേ ഈയാമ്പാറ്റയ്ക്ക് ആയുസ് കുറവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ തീ കണ്ട് ആകർഷിച്ച് അതിലേക്ക്, ആ വെളിച്ചം കണ്ട് അതിലേക്ക് വരികയാണ്. ആ വെളിച്ചം കണ്ട് വരുമ്പോഴേക്കും അവരുടെ മരണം അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എപ്രകാരമാണോ ഈയാമ്പാറ്റകൾ ഈ അഗ്നിയിൽ ചാടുന്നത്, തഥായേവ അപ്രകാരം തന്നെയാണ് ലോകാഹ അഭി നാശായ സമർത്ഥവേഗാഹ തവ വക്ത്രാണി വിശന്തി. ജനങ്ങളും, ലോകത്തുള്ള ജനങ്ങളും അപ്രകാരം തന്നെയാണ് നശിക്കാനായിട്ട് അതിവേഗത്തിൽ അങ്ങയുടെ വക്ത്രങ്ങളിൽ വന്നു വീഴുന്നത്. അപ്പോൾ അത് അചരമായിട്ടുള്ള വസ്തു, അതായത് ജീവനില്ലാത്തൊരു വസ്തുവിനെ ഉപമിച്ചതിന് ശേഷം ഇനി കവി ജീവനുള്ള ഒരു വസ്തുവിനോട് ഉപമിക്കുകയാണ്. അപ്പോൾ ഒരു നദി ഒഴുകുക എന്ന് പറയുമ്പോൾ നദിക്കൊരു ആഗ്രഹമൊന്നുമില്ല, എനിക്ക് സമുദ്രത്തിൽ തന്നെ എത്തണം എന്ന്, തന്നെ എത്തിപ്പെടുന്നതാണ്. എനിക്ക് സമുദ്രത്തിലേക്ക് തന്നെ ഒഴുകണം എന്ന് വിചാരിച്ച് പരിശ്രമിക്കുന്നുമില്ല, തന്നെ അവിടെ എത്തിക്കോളും. കാരണം അങ്ങനെ പ്രയത്നിക്കാൻ ബുദ്ധിയും ഇതൊന്നും ഉള്ളതല്ലല്ലോ, ജീവനുള്ള സാധനമല്ല, അചേതനമായിട്ടുള്ള ഒരു വസ്തുവാണ് നദി എന്ന് പറഞ്ഞാൽ. ഇനി സചേതനങ്ങളായിട്ടുള്ള വസ്തുവാണ് എന്ത്? ഈ ഈയാമ്പാറ്റ. അപ്പോൾ ഈയാമ്പാറ്റകളുടെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ ഈയാമ്പാറ്റകൾ തീയിൽ ചെന്ന് ചാടുന്നത് പോലെ ഈ ജീവരാശികളെല്ലാതും മൃത്യുവിൻ്റെ വക്രത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ ഈയാമ്പാറ്റയുടെ ഉദാഹരണം ജീവനുള്ളതായതുകൊണ്ട് അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അവ്യക്താവസ്ഥയിൽ നിന്ന് വ്യക്തഭാവത്തിലേക്കുള്ള ഒരു ആവിർഭാവമാണ് ജനനം. വ്യക്തഭാവത്തിൽ നിലനിന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവ്യക്താവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്ക്, അതാണ് മരണം. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള കാലയളവിൽ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ആസ്വദിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ബോധമുണ്ടെങ്കിൽ നമ്മൾക്ക് മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ജനിച്ച പോലെ തന്നെ മരണവും വരും. എങ്ങനെയാണോ ജനനം വന്നത് അതേപോലെ തന്നെയാണ് മരണത്തിൻ്റെയും സ്ഥിതി. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ മരണത്തെ ഇത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് തോന്നുന്നത്. ജ്ഞാനത്തിൻ്റെ പ്രകാശം, അതായത് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മരണത്തെ പോലും ഒരു സുഹൃത്തായിട്ട് കാണാൻ സാധിക്കും എന്നാണ്. നമ്മൾക്ക് ആ അറിവില്ല, അത്രയും ജ്ഞാനം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും മരണത്തെ ഭയം. ഇവിടെ ഇത് പറയാൻ കാരണം അർജുനൻ്റെ സംശയം എന്തായിരുന്നു? അയ്യോ, ഞാൻ യുദ്ധം ചെയ്താൽ എത്ര പേരെയാണ് ഞാൻ കൊല്ലേണ്ടി വരിക, എത്ര പേര് ഈ യുദ്ധക്കളത്തിൽ മരിക്കും എന്നാണല്ലോ അർജുനൻ്റെ ഒരു വിഷാദം തുടങ്ങാൻ കാരണം. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഗുരുനാഥന്മാരെ പോലെയുള്ള എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ മുത്തശ്ശനെ പോലെയുള്ള ആൾക്കാർ, അതിലും മുതിർന്ന ആൾക്കാർ, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലുന്നു എന്നാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിനില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്താണ് മരണം എന്നുള്ളത് അന്ന് അർജുനന് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഇതാണ് മരണം. യഥാർത്ഥത്തിൽ ഈ ജനനത്തെ പറ്റിയോ മരണത്തെ പറ്റിയോ, ജനനത്തെപ്പറ്റി നമ്മൾ അല്ലെങ്കിലും ദുഃഖിക്കാറില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരണത്തെ പറ്റിയാണ് നമ്മുടെ ദുഃഖം മുഴുവനും.
ഇതടുത്ത് എത്തിയെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സ് അസ്വസ്ഥമാവുക. അപ്പം അങ്ങനെ ഒരു പേടി വേണ്ട അർജുന. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇങ്ങനൊരു ദൃശ്യം. ഈ വിശ്വരൂപത്തിൽ ഇങ്ങനൊരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും മരണം എന്താണ് എന്നുള്ളത് അർജുനന് മനസ്സിലാവും. എല്ലാവരും തന്നെ ഇതുപോലെ അവസാനം ലയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ മരണമുണ്ട്. അത് നീ ചെയ്തില്ലെങ്കിലും അർജുന, നീ ആ യുദ്ധം ചെയ്ത് അവരെ കൊന്നില്ലെങ്കിൽ പോലും അവരുടെ എല്ലാം അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ദുഃഖിക്കണ്ട എന്ന് അർജുനനൊരു താക്കീതും കൂടെയാണ് ഇത്. ഇപ്പോൾ പുഴയുടെ കഥ പറഞ്ഞു നമ്മൾ. നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മൾക്ക് ജീവിക്കുമ്പോൾ ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മളിലെത്തുമ്പോൾ നമ്മൾക്കത് അയ്യോ ഇതെങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ഭീതി മനസ്സിന് വരികയാണ്. എല്ലാവർക്കും അല്ലേ, എല്ലാ മനുഷ്യർക്കും. ഇതൊക്കെ വായിച്ചാൽ പോലും നമ്മൾക്ക് എല്ലാവർക്കും നാളെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭീതിയാണ്. അയ്യോ ഇതെന്തിലേക്കായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതെങ്ങനെ ഞാൻ ഉണ്ടാവുക. അപ്പോൾ അവ്യക്തത്തിൽ നിന്ന് വന്നു ആരാണ്? ഇപ്പോൾ നദികളാണെങ്കിലും ഈയാമ്പാറ്റകളാണെങ്കിലും അവരെല്ലാം വന്ന് വഴിയിൽ, പുഴയാണെങ്കിൽ വഴിയിൽ ഒഴുകി അവസാനം എത്തുന്നത് സമുദ്രത്തിലെ ഈയാമ്പാറ്റകളാണെങ്കിൽ അതിൻ്റെ ഉറവിടമായിട്ടുള്ള ഒരു തീയിലേക്ക്, അല്ലെങ്കിൽ അതിൽ തീയിലാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ അവ്യക്തതയിൽ നിന്ന് വന്ന് കുറച്ചു കാലം വ്യക്തതയിലെത്തി വീണ്ടും അതിൻ്റെ ഉറവിടമായ അവ്യക്തതയിൽ തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. ഈ ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുമ്പോൾ ഞാൻ ജനിച്ചു, ഇനി ഞാൻ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു, ഇതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് മരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മരണം നമ്മുടെ സുഹൃത്താവുന്നതാണ്. നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഒരു ഉഗ്രരൂപിയായിട്ടാണ് മരണത്തെ എപ്പോഴും എല്ലാവരും വ്യാഖ്യാനിക്കാറ്. എന്നാലും അങ്ങനെ ഉഗ്രരൂപിയൊന്നുമല്ല, അതൊരു സുന്ദരം കൂടെ ആണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 30-ാമത്തെ ശ്ലോകം. ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. മലയാളം. ജ്വലിക്കുമീ നിൻ വദനങ്ങളാലേ ഗ്രസിച്ചിടുന്നു ഭുവനം സമസ്തം. തിങ്ങുന്ന മട്ടിൽ വളരുന്ന ഭാസാൽ എങ്ങും തപിപ്പൂ ഭുവനങ്ങളെല്ലാം. ജലദ്ഭിഹി വദനൈഹി, ജ്വലിക്കുന്ന വദനങ്ങളെ കൊണ്ട്, സമന്താത് സമഗ്രാൻ ലോകാൻ, എല്ലായിടത്തു നിന്നും സകല ലോകങ്ങളെയും, ഗ്രസമാനഹ ലേലിഹ്യസേ, അങ്ങ് വിഴുങ്ങിയിട്ട് നക്കി നുണയുകയാണ് ചെയ്യുന്നത്. വിഷ്ണു ഭഗവാനെ, തവ ഉഗ്രാഹ ഭാസഹ, അങ്ങയുടെ ഉഗ്രകിരണങ്ങൾ, ജഗത് സമഗ്രം, ലോകത്തെ മുഴുവനും, തേജോഭിഹി ആപൂര്യ പ്രതപന്തി, തേജസ്സുകൾ കൊണ്ട് നിറച്ച് ദഹിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ കൂട്ടമായിട്ട് ആ യുദ്ധക്കളത്തിൽ കണ്ട ആൾക്കാരും ബാക്കി ലോകർ മുഴുവനും തന്നെ വിശ്വമൂർത്തിയുടെ വക്ത്രത്തിലേക്ക് ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവരെയൊക്കെ വിഴുങ്ങിയിട്ടും ആ സംഹാരമൂർത്തിക്ക് ഒട്ടും വയറ് നിറഞ്ഞിട്ടില്ല, ഒട്ടും മതിയായിട്ടില്ല. അപ്പം സകല ലോകങ്ങളെയും വിഴുങ്ങിയിട്ട് അങ്ങ് ആ രുചി ആസ്വദിച്ച് നാക്കുകൊണ്ട് നുണഞ്ഞ് രസിക്കുകയാണല്ലോ എന്നാണ് അർജുനൻ്റെ ആശ്ചര്യം. ഇതൊക്കെ ഞാൻ കണ്ടു നിൽക്കുകയാണ് ഭഗവാനെ, ഇതെല്ലാം അങ്ങയുടെ വക്ത്രത്തിൽ വന്ന് വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്, എന്നിട്ടും അങ്ങയ്ക്ക് മതിയായില്ലല്ലോ. ഇതെന്തിനാണ് അവിടെ അർജുനൻ തോന്നിയിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഈ ത്രിമൂർത്തി സങ്കല്പമുണ്ടല്ലോ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ഇത് മൂന്നും ത്രിമൂർത്തികൾ എന്നാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ഇവർ 3 പേരും വെവ്വേറെ മൂർത്തികളല്ല. എന്താണ്, ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. സൃഷ്ടി നടക്കണം, സ്ഥിതി നടക്കണം, സംഹാരം നടക്കണം, വീണ്ടും സൃഷ്ടിയിലേക്ക് തന്നെ വരും അല്ലേ.
അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നമ്മൾ ത്രിമൂർത്തികളായിട്ട് ആദരിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കാക്കുമ്പോൾ ഇത് മൂന്നും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൃഷ്ടി ആദ്യം വരുന്നു എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഒരു സംഹാരം കഴിഞ്ഞിട്ടേ സൃഷ്ടി ഉണ്ടാവുള്ളൂ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരേ സമയത്ത് തന്നെയാണ് എല്ലാം നടക്കുന്നത്. നിരന്തരം നടക്കുന്ന ഒരു സംഹാര പ്രക്രിയയാണ് സൃഷ്ടി ഉടലെടുക്കാൻ കാരണം. ഈ സംഹാരം കൊണ്ട് മുഴുവനായിട്ട് നശിക്കില്ല, ഒരു മാറ്റം അല്ലേ? എനർജി കൺസർവേഷൻ പറഞ്ഞ മാതിരി ഒന്നിൽ നിന്ന് വേറൊന്നിലേക്കുള്ള ഒരു മാറ്റമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അനുഭവമണ്ഡലങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത് മുഴുവനും നമ്മുടെ അനുഭവമണ്ഡലങ്ങളിലൂടെ ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്നു. അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് നമ്മളതിനെ സ്ഥിതി അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഹാരം നടക്കണം, സൃഷ്ടിയും നടക്കണം, നിലനിൽപ്പും നടക്കണം. ഇത് മൂന്നും ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്. അർജുനൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അർജുനൻ ഈ ഭഗവാന്റെ ഈ ഒരു ഭാവം കണ്ടിട്ട്, അയ്യോ ഭഗവാനെ, അങ്ങയുടെ ഉഗ്ര തേജസ് കൊണ്ട് ഈ ലോകം മുഴുവനും വ്യാപിച്ച് അങ്ങ് എല്ലാറ്റിനെയും ചുട്ടെരിക്കുകയാണല്ലോ, ആരാണ് അങ്ങ് എന്ന് എന്നെ ഒന്നറിയിക്കൂ, എനിക്കത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഭഗവാൻ ഇതിൻ്റെ വിശ്വരൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന അർജുനൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പം കണ്ടപ്പോൾ ആകെ പേടിയാവുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു. 30 വരെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്.